ഭരിച്ചിരുന്ന ഒരു മുൻ സഹ ആഭ്യന്തരമന്ത്രി തടവിലായിരിക്കുന്നത്? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, കുറച്ച് മസ്ജിദുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഈ ഭാരതത്തിൽ 10,000-കണക്കിന് മസ്ജിദുകൾ സുരക്ഷിതമാണ്. അവിടെ കോടിക്കണക്കിന് ആളുകൾ നമസ്കരിക്കുന്നു. കുറച്ച് മുസ്ലിങ്ങളുടെ ജീവൻ വർഗീയ കലാപങ്ങളിൽ പൊലിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വേദനയുളവാക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും. പക്ഷെ 15 കോടിയോളം മുസ്ലിങ്ങളുടെ ജീവൻ ഇവിടെ സംരക്ഷണമുണ്ട്, നമുക്ക് കോടതിയുണ്ട്, വ്യവസ്ഥയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവനും സമ്പത്തിനും സംരക്ഷണമല്ല എന്ന് വാദിക്കുന്ന NDF-ഉം മറ്റും അവരുടെ ഒരുപാട് അനുയായികൾ ഗൾഫ് നാടുകളിലുണ്ടല്ലോ. ഒരു കാര്യവുമില്ലാതെ, കാരണം പറയാതെ എക്സിറ്റ് അടിച്ച് പല ആളുകളെയും പുറത്തേക്ക് വിടുന്നില്ലേ? എന്തേ അവർ ശബ്ദിക്കാത്തത്? ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ എല്ലായിടത്തും ഒരുപോലെയല്ലേ? എന്തുകൊണ്ട് അവർ ശബ്ദിക്കുന്നില്ല? ഈ ഭാരതത്തിൽ നമുക്ക് ജനാധിപത്യ സ്വാതന്ത്ര്യമായിട്ടുള്ള അവകാശങ്ങളുള്ളത് കൊണ്ട്, അതുകൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും പാർസിമതക്കാരനെയും എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടേതായ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുകയാണ് വേണ്ടത്. എവിടെയെങ്കിലും നിയമലംഘനം നടന്നിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ മുസ്ലിങ്ങളൊരു പ്രതിരോധ സൈന്യവും, ക്രിസ്ത്യാനികൾ ഒരു പ്രതിരോധ സൈന്യവും, ഹിന്ദുക്കളൊരു പ്രതിരോധ സൈന്യവും, മാർക്സിസ്റ്റുകാർ ഒരു പ്രതിരോധ വിഭാഗവും, RSSകാർ മറ്റൊരു പ്രതിരോധ വിഭാഗവും ഇന്ത്യയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. കോടതിയുടെ ആവശ്യമുണ്ടോ? ഭരണഘടനയുടെ ആവശ്യമുണ്ടോ? പോലീസിൻ്റെ ആവശ്യമുണ്ടോ? ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക ഗൗരവത്തോടുകൂടി. ഇത്തരത്തിലുള്ളൊരവസ്ഥ ഭാരതത്തിലുണ്ടായാൽ അരാജകത്വമായിരിക്കും നടമാടുക. എങ്കിൽ ഏറ്റവും അധികം ദുരന്തം അനുഭവിക്കുവാൻ പോകുന്നത് ആരായിരിക്കും? യാതൊരു സംശയവും വേണ്ട, മുസ്ലിങ്ങളായ നാം ആയിരിക്കും. ഈ നാശത്തിലേക്കാണ് NDF, പോപ്പുലർ ഫ്രണ്ട് അതുപോലെയുള്ള ആളുകൾ കൊണ്ടുപോകുന്നത്. ഇത്രയധികം അവകാശങ്ങൾ നൽകുന്ന ഭാരതത്തിലെ ഭരണഘടനയെ അനുസരിക്കരുതെന്ന്, ഇബാദത്തിന് അള്ളാഹു നൽകാത്ത, ഖുർആൻ വിശദീകരിക്കാത്ത, ഖുർആൻ പ്രഖ്യാപിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാത്ത അനുസരണം എന്നൊരർത്ഥം നൽകിക്കൊണ്ട് ഇവിടെ പ്രചരണങ്ങൾ നടത്തിയ ആളുകളുണ്ടല്ലോ, അവരാണ് ഇത്തരത്തിലുള്ള വിഷവിത്ത് പാകിയത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നിയമം കയ്യിലെടുത്തതാണ് നാം തൊടുപുഴയിൽ കണ്ടത്. തൊടുപുഴയിൽ പ്രവാചകൻ അവഹേളിച്ച് ചോദ്യപേപ്പർ തയ്യാറാക്കിയ വ്യക്തിയെ കോളേജ് അധികാരികൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. കുറച്ച് ദിവസം അയാൾ തടവിലായിരുന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങി. ആരും അയാളെ തിരിഞ്ഞു നോക്കാനില്ല. ഒരു രാഷ്ട്രീയ നേതാക്കളും ചെന്നില്ല. ഒരു സമുദായ നേതാക്കളും പിന്തുണ പ്രഖ്യാപിച്ചില്ല. മാധ്യമങ്ങൾ അയാളുടെ വിശദീകരണം കേട്ടില്ല. അങ്ങനെയിരിക്കെ പ്രവാചക സ്നേഹം മൂലം ആ വ്യക്തിയുടെ കൈ ഛേദിച്ചു. അതോടുകൂടി മാധ്യമങ്ങൾ ആ വ്യക്തിയെ മഹത്വത്തിൻ്റെ പടവുകളിലേക്ക് ഉയർത്തി. മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും അയാളുടെ വീട്ടിലേക്ക് ഓട്ടമായി. ദേവാലയങ്ങളെ ആ വ്യക്തിക്ക് വേണ്ടി കൂട്ടപ്രാർത്ഥനയായി, പണപ്പിരിവായി. ഇങ്ങനെ മറ്റൊരു ഘട്ടത്തിലേക്ക് അയാളെ കൊണ്ടുപോകുന്ന അവസരം ഒരു വശത്താണ് എങ്കിൽ, മുസ്ലിങ്ങൾ നീചന്മാരും ക്രൂരന്മാരും മനുഷ്യത്വമില്ലാത്തവരും നിയമം കയ്യിലെടുക്കുന്നവരും നിയമത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് എന്ന പ്രതീതിയുമുണ്ടായി. ഇതെല്ലാം പ്രവാചക സ്നേഹത്തിൻ്റെ പേരിലാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയിരിക്കുന്നു. തസ്ലീമ നസ്റിൻ്റെ പുസ്തകമുണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ സൽമാൻ റുഷ്ദിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴും, കാർട്ടൂൺ ഉണ്ടാകുമ്പോഴും നമ്മുടെ വികാരങ്ങൾ ആളിക്കത്തുകയാണ്. അതേസമയം പലിശ വാങ്ങരുതെന്ന പ്രവാചകൻ്റെ കൽപ്പന ലംഘിക്കുമ്പോൾ നമുക്ക് ഒരു നൊമ്പരവും തോന്നുന്നില്ല. പ്രവാചകൻ്റെ കൽപ്പനകളെ നമുക്ക് ധിക്കരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഒരു സ്പർശവും ഏൽക്കുന്നില്ല. മറിച്ച് വൈകാരികമായിട്ടാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഇത്തരം പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കുമായിരുന്നില്ല. പ്രവാചകനൊരു ഭരണാധികാരി എന്ന നിലയിൽ കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ അപമാനിക്കുകയും അവഹേളിക്കുകയും വ്യക്തിപരമായിട്ട് ചെയ്തവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും മാപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ യഹൂദ നേതാവിൻ്റെ ഭാര്യ സൈനബിന് പ്രവാചകൻ മാപ്പ് നൽകിയില്ലേ? പ്രവാചകൻ്റെ വഴിയിൽ കല്ലും മുള്ളും വിതറി പ്രവാചകൻ അവഹേളിച്ചിരുന്ന യഹൂദ പെൺകുട്ടിക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ അവരെ ചെന്ന് പരിചരിച്ചിട്ട്, ഇനിയും നിനക്ക് എന്നെ അവഹേളിക്കുവാനും എന്നെ ഉപദ്രവിക്കുവാനും അവസരവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ? ഖുറൈശികളുടെ മർദ്ദനങ്ങൾ അസഹ്യമായ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ കഅബാലയത്തിൽ കടന്ന് പ്രാർത്ഥിക്കണമെന്ന് ഉത്കടമായ ആഗ്രഹമുണ്ടായത്. അന്നത്തെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ സമീപിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, ആ താക്കോലൊന്ന് നൽകുമോ? ഉസ്മാൻ താക്കോൽ നൽകിയില്ലെന്ന് മാത്രമല്ല, കഠിനമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തു.
അപമാനം അസഹ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസ്മാൻ, ഒരു സമയമുണ്ടാകും, ഒരു നാളുണ്ടാകും, അന്ന് ഈ താക്കോൽ എൻ്റെ കരങ്ങളിൽ വന്നു ചേരും. അന്ന് ഈ താക്കോൽ ആർക്ക് നൽകണമെന്ന് ഞാനായിരിക്കും തീരുമാനിക്കുക. ഉസ്മാൻ കരുതി ഇതൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു ജൽപ്പനം മാത്രമാണ് എന്ന്. ഉസ്മാൻ പറഞ്ഞു, അന്ന് ഖുറൈശികളുടെ വിനാശത്തിൻ്റെയും അപമാനത്തിൻ്റെയും ദിനമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല ഉസ്മാൻ, അന്ന് ഖുറൈശികൾ ജീവിക്കുന്നവരും അന്തസ്സുള്ളവരുമായിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞു. മക്ക വിജയവേളയ്ക്ക് ശേഷം അക്ഷരാർത്ഥത്തിൽ അറേബ്യയുടെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, അന്നത്തെ പ്രബലമായ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ എന്ന നിലയിൽ, ജനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക നേതാവെന്ന നിലയിൽ പ്രവാചകൻ അതാ വിശുദ്ധ കഅബാലയത്തിൻ്റെ അടുത്തെത്തുന്നു. താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാനോട് പറഞ്ഞു, താക്കോൽ കൊണ്ടുവരിക. ഉസ്മാൻ വരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ച് അവഹേളിച്ച, മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാതിരുന്ന ഉസ്മാൻ വിറയ്ക്കുന്ന കൈകളോടെ, ഇടിക്കുന്ന ഹൃദയത്തോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ വന്ന പ്രവാചകന്റെ കൈകൾ താക്കോലുകൾ ഏൽപ്പിക്കുന്നു. താക്കോൽ ഏറ്റുവാങ്ങി വിശുദ്ധ കഅബാലയം തുറന്ന് അകത്ത് കടന്ന് പിന്നീട് പുറത്തു വന്നപ്പോൾ ആ താക്കോൽ സൂക്ഷിപ്പുകാരനെന്ന ഉന്നത പദവിക്ക് തങ്ങളിൽ ആരെയെങ്കിലും നിയമിക്കുമോ എന്ന പ്രതീക്ഷയിൽ പ്രവാചകന്റെ ബന്ധുക്കളും അനുയായികളും നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ താക്കോൽ അവർക്കാർക്കും നൽകിയില്ല. മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അപമാനിച്ച, അവഹേളിച്ച, പരിഹസിച്ച ആ ഉസ്മാനെ തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ, ഈ താക്കോൽ എടുത്തുകൊള്ളൂ, ഇത് വാഗ്ദാന പാലനത്തിൻ്റെ ദിനമാണ്. ഇതാണ് പ്രവാചകന്റെ തന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത വ്യക്തിയോക്ക് മാപ്പ് നൽകിയ പ്രവാചകന്റെ വിശാലമായ മനസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. പ്രവാചകനെ പിടിച്ചു കൊടുത്താൽ 100 ഒട്ടകങ്ങൾ സമ്മാനമായി ലഭിക്കുമെന്ന ഖുറൈശികളുടെ വാഗ്ദാനത്തിൽ ആകർഷണനായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത സുറാഖയുടെ ആ സഞ്ചരിച്ചിരുന്ന കുതിരയുടെ നിയന്ത്രണം തെറ്റുകയും അയാൾ നിലത്ത് മലർന്നടിച്ചു വീണ സന്ദർഭത്തിൽ നിസ്സഹായനായി കിടന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, സുറാഖ, പേർഷ്യൻ ചക്രവർത്തിയുടെ കൈകളിൽ അണിയുന്ന വളകൾ താങ്കൾക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയിരിക്കും? സ്വന്തം നാട്ടിൽ നിന്നും പുകച്ച് പുറത്താക്കിയ, ശിരസിൻ്റെ മുകളിൽ ആകാശ നീലിമയല്ലാതെ മറ്റൊന്നുമില്ലാത്ത വെറുമൊരു അഭയാർത്ഥിയായ മനുഷ്യൻ, അന്നത്തെ ലോകമഹാശക്തിയായ ഒരു സാമ്രാജ്യത്തിൻ്റെ ചെങ്കോലേന്തിയ സ്വച്ഛാധിപതിയായ ചക്രവർത്തിയുടെ കരങ്ങളിൽ അണിയുന്ന വളകൾ തനിക്ക് സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞതൊരു തമാശയായിട്ടേ തോന്നിയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് 4 വർഷം കഴിയുന്നതിന് മുൻപ് പേർഷ്യൻ സാമ്രാജ്യം തകരുകയും ഒരു സാധാരണ മുസ്ലിം പടയാളി ആ വളകൾ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻപിൽ വന്നു വെക്കുകയും പ്രവാചകന്റെ വാഗ്ദാനം അറിയാമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു സുറാഖയ്ക്ക് വിളിച്ചത് നൽകുന്നു. തന്നെ പിടിച്ചു കൊടുത്താലുള്ള പ്രതിഫലമോർത്ത് അത്യാർത്ഥിയോടെ വന്നൊരു മനുഷ്യൻ നിസ്സഹായനായി കിടക്കുമ്പോൾ ഇതുപോലൊരു പ്രതികരണം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. കൈവെട്ടുന്ന പ്രതികാരദാഹികളുടെ മനസ്സല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമകൾ സൈനബ് റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒരിക്കൽ ഒട്ടകത്തിൽ കയറുവാൻ ശ്രമിക്കുമ്പോൾ ഹബ്റാർ എന്നൊരു വ്യക്തി അവരെ തള്ളിയിട്ടു. നിലത്ത് വീണ് പരിക്കേറ്റ് പിന്നീട് മരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹബ്റാർ ഒരു തടവുള്ളിയായി പിടിക്കപ്പെട്ട് പ്രവാചകന്റെ മുൻപിലെത്തി. പ്രവാചകൻ ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞു. അയാൾ മാപ്പ് ചോദിച്ചു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ഓർമ്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. തൻ്റെ പൊന്നുമകൾ സൈനബ് ഒരു കുഞ്ഞായിരുന്നപ്പോഴും വളർന്നൊരു കുട്ടിയായിരുന്നപ്പോഴുള്ള ഓർമ്മകൾ, അവസാനം ഗർഭിണിയായി മരിച്ചു കിടക്കുന്ന പൊന്നുമകളുടെ മയ്യത്തിൻ്റെ ചിത്രവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. ഒരു പിതാവിനും മാപ്പ് നൽകുവാൻ പറ്റാത്ത ക്രൂരതയാണ് ആ മനുഷ്യൻ ചെയ്തത്. ആ വ്യക്തിക്കും പ്രവാചകൻ മാപ്പ് നൽകിയ ആ മനസ്സാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടത്. തന്നെയും അനുയായികളെയും തുല്യതയില്ലാത്ത മർദ്ദന പീഡനങ്ങൾക്ക് വിധേയമാക്കിയ മക്കയിലെ ഖുറൈശികൾ, തൻ്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുയുടെ ശരീരം പിച്ച് ചീന്തുകയും കരളുകടിച്ച് തുപ്പുവാൻ പ്രചോദനം നൽകിയവരുമെല്ലാം ഇടിക്കുന്ന ഹൃദയത്തോടെ വിധിയും കാത്ത് മരണവും മുൻപിൽ കണ്ടു നിൽക്കുമ്പോഴല്ല യാതൊരു പ്രതികാരവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇത് ഹബു അൻതുമുത്തലഖാഹ് അൽ അഫു ഇൻദൽ മഖ്ദിറ. മാപ്പെന്ന പദത്തിന് ഔന്നത്യം ലഭിക്കുന്നത് അത് കൊടുക്കുമ്പോൾ, കഴിവുള്ളപ്പോൾ കൊടുക്കുമ്പോഴാണ് എന്ന്. തന്നെ വധിക്കുമെന്ന് ശപഥം ചെയ്തൊരു പട്ടണവും ജനതയും തൻ്റെ കാൽ കീഴിൽ അമർന്ന സന്ദർഭത്തിൽ, തൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായ ഘട്ടത്തിൽ താൻ അനുഭവിച്ച എല്ലാ വേദനകളും മറക്കുകയും ചെയ്ത പ്രവാചകന്റെ മാതൃകയാണ്
നാം പിൻപറ്റേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ഉപദ്രവിച്ചിരുന്ന തമാം